നമ്മുടെ ടോട്ടോച്ചാന് വലിയ സന്തോഷമൊന്നും ഇല്ലാത്ത ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പേരാണ് അവൻ്റെ മണവാട്ടി. ടോട്ടോച്ചാന് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. ഇഷ്ടം എന്ന വാക്ക് മാത്രമേ നമുക്ക് അതേക്കുറിച്ച് പറയാനാവൂ. കാരണം ടോട്ടോയുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന ആരോടെങ്കിലും തോന്നുന്ന നിർമ്മലമായ സ്നേഹം വെറും ഇഷ്ടം മാത്രമാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും കുട്ടികളല്ലാതാക്കി മാറ്റുന്നത് നമ്മൾ തന്നെയാണ്. ഞാൻ പലപ്പോഴും നമ്മളുടെ ഓൺലൈൻ ചാനലുകളിലുള്ള പല മത്സരങ്ങളും കാണുമ്പോൾ ചെറിയ കുട്ടികൾക്കായുള്ള മത്സരങ്ങളിൽ പോലും അവരുടെ കൂട്ടുകാരെ കുറിച്ച് അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന മത്സരിക്കുന്നവരോടൊക്കെയുള്ള ജഡ്ജസിൻ്റെ സമീപനവും നമ്മളുടെ ഷൂസിൽ നിന്നാണ് കുട്ടിക്കാലത്തെ നോക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ അത് കാണുമ്പോൾ പലപ്പോഴും വലിയ വിഷമം തോന്നാറുണ്ട്. കുട്ടികളിലെ കുട്ടിത്തം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളും കുട്ടിത്തം ഇല്ലാത്ത രീതിയിൽ ചിന്തിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളുമാണ് മുതിർന്നവർ അവരോട് ഇടപഴകുമ്പോൾ കാണിക്കുന്നത്. പലപ്പോഴും തോന്നാറുണ്ട്, ഒരു കൈകൊണ്ട് നമ്മൾ ഇന്നത്തെ തലമുറയെ കുറ്റം പറയുമ്പോൾ ബാക്കിയുള്ള 3 വിരൽ, ഒരു വിരൽ ചൂണ്ടി പറയുമ്പോൾ ബാക്കിയുള്ള 3 വിരൽ നമ്മുടെ നേർക്ക് തന്നെയാണ് അല്ലേ? അവരെന്തായിത്തീരുന്നു അത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഒന്നുമല്ല. ടോട്ടോയ്ക്ക് അവളുടെ ക്ലാസ്സിലുള്ള കുട്ടിയോട് തോന്നിയ ഒരു ചെറിയ ഇഷ്ടം, അതേക്കുറിച്ച് നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ പേരാണ് അവൻ്റെ മണവാട്ടി. ടോട്ടോച്ചാൻ അന്ന് വളരെ ദുഃഖിതയായിരുന്നു. ടോട്ടോ ഇപ്പോൾ 3ാം ക്ലാസ്സിലെത്തി. അവളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയെ അവൾക്ക് വലിയ ഇഷ്ടമാണ്. ഫിസിക്സിലും ശാസ്ത്ര വിഷയങ്ങളിലുമൊക്കെ വളരെ മിടുക്കനായിരുന്ന തായ്ച്ചാനാണ് ആ കുട്ടി. അവനാണ് ടോട്ടോച്ചാനെ ഇംഗ്ലീഷിലെ ചില വാക്കുകളൊക്കെ പഠിപ്പിച്ചത്. ഉദാഹരണത്തിന് ജപ്പാനിൽ കുറുക്കൻ എന്നതിൻ്റെ കിറ്റ്സുനെ എന്നാണ് കുറുക്കൻ എന്ന വാക്ക് ജാപ്പനീസിൽ പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് ടോട്ടോയ്ക്ക് പറഞ്ഞു കൊടുത്തത് നമ്മുടെ തായ്ച്ചാനാണ്. ടോട്ടോച്ചാൻ, നിനക്കറിയോ? അവൻ ഒരു ദിവസം ചോദിച്ചു, കിറ്റ്സുനേക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയുക എന്ന്? ഇല്ലാലോ, എന്താണ്? ഫോക്സ്. ആഹാ, ഫോക്സ്. ആ വാക്ക് ടോട്ടോയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടു. അത് പറയുമ്പോഴുണ്ടാകുന്ന ഒരു സുഖവും കേൾക്കുമ്പോഴുള്ള ഒരു രസവുമൊക്കെ അവൾക്ക് നന്നേ ബോധിച്ചു. അതുകൊണ്ട് തന്നെ ആ ദിവസം മുഴുവനും ആ ഒരു പുതിയ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശീലമായിരുന്നു ടോട്ടോയ്ക്ക്. അതിനുശേഷമാണ് ടോട്ടോയ്ക്ക് മനസ്സിലായത് തനിക്ക് തായ്ച്ചാനെ വലിയ ഇഷ്ടമാണല്ലോ എന്ന്. തീവണ്ടി മുറി ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ദിവസവും അവൾ തായ്ച്ചാൻ്റെ പെൻസിൽ ബോക്സ് തുറന്ന് അതിലെ പെൻസിലുകളൊക്കെ സ്വന്തം ബാഗിൽ നിന്ന് ഒരു ചെറിയ കത്തിയെടുത്ത് കൂർപ്പിച്ച് 3-4 പെൻസിലെടുത്ത മൊനയൊക്കെ റെഡിയാക്കി വെക്കും അവൻ എഴുതാൻ വേണ്ടിയിട്ട്. എന്നാൽ സ്വന്തം പെൻസിലുകൾ അവൾ പലപ്പോഴും അത്ര മനോഹരമോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ തക്ക വിധം ഒന്നും ആക്കി വെക്കാറില്ലായിരുന്നു. ടീച്ചർ അല്ലെങ്കിൽ സാറ് പറയുമ്പോൾ അവളെടുത്ത് പലപ്പോഴും പെൻസില് കടിച്ച് മൊനയൊക്കെ ശരിയാക്കും. പക്ഷെ തായ്ച്ചാൻ്റെ കാര്യത്തിൽ അവൾ വളരെ കർശനമായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ തായ്ച്ചാൻ അവളോട് വളരെ പരുക്കനായി പെരുമാറി. അത് ടോട്ടോയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇങ്ങനെയായിരുന്നു സംഭവം. ഒരു ദിവസത്തെ ഊണിൻ്റെ ഇടവേളയിലാണ് അത് സംഭവിച്ചത്. അസംബ്ലി ഹാളിൻ്റെ പിൻവശത്തുള്ള കുപ്രസിദ്ധമായ കക്കൂസുകുഴി, ടോട്ടോ വീണത് ഓർമ്മയുണ്ടല്ലോ, അതിൻ്റെ പരിസരത്ത് ടോട്ടോ സ്ഥിരമുള്ള നിരീക്ഷണത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇടവേളകളിൽ അവൾക്കിതൊരു പതിവാണ്. അങ്ങനത്തെ ഒരു ഇടവേള സമയത്താണ്, ഏയ് ടോട്ടോച്ചാൻ, തൊട്ടടുത്ത് നിന്ന് ധാർഷ്ട്യം നിറഞ്ഞ തായ്ച്ചാൻ്റെ ശബ്ദം കേട്ട് ടോട്ടോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവൻ നിർനിമേഷനായി കൈചൂട്ടി പറഞ്ഞു, വലുതാകുമ്പോൾ നിന്നെ ഞാൻ കല്യാണം കഴിക്കില്ല. നീ എത്ര കെഞ്ചിയാലും ശരി, അതുണ്ടാവില്ല. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്ത് ഗൗരവം വിടാതെ തായ്ച്ചാൻ തിരികെ പോയി. ടോട്ടോയ്ക്ക് നെഞ്ചിലൊരു വലിയ ഭാരം കയറ്റി വെച്ചതുപോലെയാണ് തോന്നിയത്. അവൻ്റെ ആ വലിയ തലയും ചെറിയ ഉടലും കലർന്ന രൂപം കൺമുന്നിൽ നിന്ന് മായുന്നതുവരെ അവൾ സ്തംഭിച്ച് നോക്കി നിന്നുപോയി. തായ്ച്ചാൻ്റെ തല മറ്റുള്ള കുട്ടികളെക്കാൾ വലുതാണ്, ഉടല് അല്പം ചെറുതും. അതുകൊണ്ട് തന്നെ ശരീരത്തെക്കാൾ വലിയ വലുപ്പം തോന്നിക്കുന്ന ആ പെരും തലയുള്ളത് കൊണ്ട് മറ്റു കുട്ടികൾ അവനെ വിളിച്ചിരുന്ന് വിഷമഭിന്നം എന്നാണ്. എന്നാൽ തായ്ച്ചാൻ്റെ വലിയ തലയ്ക്കകത്താണ് നിറയെ ബുദ്ധി എന്നാണ് ടോട്ടോ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അവനെ വലിയ സ്നേഹമായിരുന്നു.
പക്ഷെ ഇപ്പോ എന്താണ് തായ്ച്ചാൻ തന്നോട് ഇങ്ങനെ പെരുമാറാൻ എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല. അടുത്ത കാലത്തൊന്നും അവർ തമ്മിൽ എന്തിനെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതായി ടോട്ടോയുടെ ഓർമ്മയിലില്ല. താൻ എന്തെങ്കിലും അവനെ ഉപദ്രവിച്ചു? ഇല്ല, അങ്ങനെയൊന്നും അവൾക്ക് എത്ര ആലോചിച്ചിട്ടും ഓർമ്മ വന്നില്ല. വിഷമിച്ച ടോട്ടോച്ചാൻ ക്ലാസ് മുറിയിലെത്തി കടുത്ത നിരാശയോടെ സംഭവിച്ചതൊക്കെ തന്റെ അടുത്ത കൂട്ടുകാരിയായ മിയാച്ചാനോട് വിവരിച്ചു. മുഴുവൻ കേട്ട ശേഷം മിയാച്ചാൻ ഒരു മുതിർന്ന സ്ത്രീയുടെ ഭാവത്തിൽ അവളോട് പറഞ്ഞു, ആ അതേ, തായ്ച്ചാൻ അങ്ങനെ പറഞ്ഞത് വെറുതെ അല്ല. അവൻ പിണങ്ങിയതിനൊരു കാരണമുണ്ട്. ഇന്ന് സുമോ ഗുസ്തിയില് നീ അവനെ വലിച്ചു തൂക്കി റിങ്ങിന് പുറത്തേക്കിട്ടില്ലേ? ആ അല്ല, അതിപ്പോ എന്താ അതിലിത്ര അതിശയം? ആർക്കാണെങ്കിലും വിഷമാവില്ലേ? അതാ അവൻ പിണങ്ങിയത്. ആ പെരുത്തു വീർത്ത തലയും കൊണ്ട് എടുത്തെറിഞ്ഞാൽ അവൻ റിങ്ങിലല്ലാതെ വേറെ എവിടെയാ പോയി വീഴുക? അതാണ് കാരണം. അയ്യോ, ഖേദത്തോടെ ടോട്ടോച്ചാൻ ഓർത്തു. ശരിയാണ്, താൻ ഇന്ന് സുമോ ഗുസ്തിയില് തായ്ച്ചാനെ എടുത്തെറിഞ്ഞിരുന്നു. എന്തൊരപരാധമാണ് താൻ ഈ ചെയ്തത്. ഉള്ളുകൊണ്ട് താൻ ഇത്ര ഇഷ്ടപ്പെട്ടിരുന്ന തായ്ച്ചാനെ അങ്ങനെ ചെയ്യാമോ? ഗുസ്തി റിങ്ങിൽ കയറി കഴിഞ്ഞപ്പോൾ, ഗുസ്തിയുടെ ഒരു ആവേശം മൂത്തപ്പോൾ അങ്ങനെ ചെയ്തു പോയതാണ് എന്നതാണ് വാസ്തവം. എന്നാലും വലിയ തെറ്റാണ് ചെയ്തത്. തനിക്ക് ഇത്രയും ഇഷ്ടമുള്ള, ദിവസവും താൻ പെൻസിലുകൾ കുറിപ്പിച്ചു കൊടുക്കുന്ന തായ്ച്ചാനോട് താൻ ഇങ്ങനെ കാണിക്കാമായിരുന്നു. അവന് വലിയ വിഷമമായി കാണും, അവന് വലിയ മോശമായി കാണും. എന്താണ് താൻ ഇങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്തത്? എന്ത് ചിന്തയാണ് തന്നെ കൊണ്ട് ഇങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്യിച്ചത്? ഇനിയിപ്പം എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, വളരെ വൈകിപ്പോയി. താൻ ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും അവന്റെ മണവാട്ടിയാകാൻ പറ്റില്ല. സാരമില്ല, അവന് എന്നോട് പിണക്കമുണ്ടെന്നല്ലേ ഉള്ളൂ, എനിക്കില്ലല്ലോ. ഞാൻ ഇനിയും പഴയതുപോലെ തന്നെ അവന്റെ പെൻസിലുകൾ കൂർപ്പിച്ചു കൊടുക്കും. എന്തെങ്കിലും ഒരു ദിവസം തായ്ച്ചാന് എന്നോടൊരിഷ്ടം തോന്നിയാലോ, അവന് വേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നാലും ഞാൻ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. ടോട്ടോ തീരുമാനിച്ചു. പാവം നമ്മുടെ ടോട്ടോച്ചാൻ അല്ലേ? ഒരു പനിനീർ പൂ പോലെയൊക്കെ നിർമ്മലമായ ആ പ്രായത്തിലെ ഒരു 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് തോന്നുന്ന നിഷ്കളങ്ക വിചാരം, നിഷ്കളങ്കമായ ഒരു സ്നേഹം, അത്രയേ ഉള്ളൂ. നമുക്കുമൊക്കെ സ്കൂളുകളിൽ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിരുന്ന ഒരു കുട്ടി ഉണ്ടാവുമല്ലോ ക്ലാസ്സിൽ. ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം, ആരാണെങ്കിലും താഴെ പേര് മെൻഷൻ ചെയ്യുമല്ലോ. നമുക്ക് നാളെ വീണ്ടും കേൾക്കാം.